പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു കൂട്ടായ്മയുടെ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് തന്നിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ ചെയ്യേണ്ടത്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു വചനം: നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പം നമ്മൾ മനസ്സിൽ ചോദിക്കും, ഞാൻ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള വഴിയും ദൈവം അവിടെ പറഞ്ഞു തന്നിരിക്കുക. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും അതിനകത്ത് നിങ്ങളായിട്ടൊന്നും പരിഹാരം വരുവാൻ സഹായിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വയം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയത്തില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വ്യർത്ഥാവാ, അത് അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പൗലോസ് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോട് അപേക്ഷിപ്പാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. അപ്പൊ നമ്മൾ ഈ വിചാരപ്പെട്ട് നടന്നതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, സങ്കടപ്പെട്ട് നടന്നുകൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാല് നമ്മൾ സമയം കണ്ടെത്തണം. ഈ പകൽക്കാലം നമ്മൾ കുറെ വിഷമങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടും ഒക്കെ നമ്മൾ അത് ഓർത്തങ്ങ് വ്യാകുലപ്പെട്ട് ഒരിടത്ത് ഇരുന്ന് പോയാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകും. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങൾ ബലപ്പെടണം. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവം നിങ്ങൾ തമ്മിലൊരു സംസാരമാണ്, സംഭാഷണമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. രണ്ട് പറയുന്നു, പ്രാർത്ഥനയും അപേക്ഷയുമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. പ്രാർത്ഥിക്കുന്നവരെ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുകയല്ല, പിന്നെയോ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക. യേശു തന്നെ ക്രൂശിൽ കിടന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക. പിതാവേ എന്ന് വിളിക്കുക, അപേക്ഷിക്കുക പിതാവിനോട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചൊന്ന് അപേക്ഷിച്ചാട്ട്, അല്ലാതെ പ്രശ്നങ്ങളുടെ മുൻപിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആവശ്യമില്ലാതെ എല്ലാവരോടും ഒക്കെ പറഞ്ഞ് നമ്മൾ വേദന വർദ്ധിക്കുകയല്ലാതെ നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. പൗലോസ് പറയുക, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും. അടുത്തത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ ദൈവത്തോടൊക്കെ പറയണം. അപ്പൊ പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് നമ്മുടെ ദൈവത്തോട് അടുത്ത് എന്ന് എല്ലാം അങ്ങ് യേശുവിനോട് പറയുക. ആ യേശു കേൾക്കുമെന്ന്. ആ യേശു നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടി വലിയ സന്തോഷമാണ് യേശുവിന്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ് അവരോട് ഇന്ന് സംസാരിക്കാൻ. നമ്മുടെ യേശു കർത്താവിന് നമ്മൾ യേശു കർത്താവിന്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്ന യേശുവിന് വലിയ ഇഷ്ടമാണ്. അതെങ്ങനെ സാധ്യമാക്കുന്നത്? പ്രാർത്ഥനയിൽ കൂടെ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് വലിയ സന്തോഷം കൊണ്ട് നിറയുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ദൈവസന്നിധിയിൽ കടന്നു വരിക. 3, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയണം, മനുഷ്യനോടല്ല പറയേണ്ടത്. മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്പമൊക്കെ അവരെ സഹായിക്കാൻ പറ്റൂ, പൂർണ്ണമായും സഹായിക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ ദൈവം ആരാണ്? വിശ്വസനാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടതൊക്കെ നൽകുവാൻ കഴിവുള്ളവരാണ് ദൈവം. ഈ ദൈവമാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഈ പകൽക്കാലം തന്നതെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവം നടത്തി തരും. ഏത് വിഷയമാണ് നിങ്ങളുടെ ആവശ്യം, അത് നിങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റി അങ്ങോട്ട് കൊടുക്കുക. കൽപ്പിക്കാൻ പോകരുത്, ദൈവത്തോട് അപേക്ഷിക്കുക. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടു കൂടെ ദൈവസന്നിധി കടന്നു വന്ന് നിൽക്കുമ്പോൾ അവസാനം പറയുന്നു, സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവേശുവിൽ നിറയപ്പെടും.
അപ്പൊ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്താൽ മാത്രമേ സമാധാനം ഉള്ളി വരത്തുള്ളൂ. ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ നാട്ടുകാരോട് വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ സമാധാനം ഉണ്ടാകത്തില്ല, സമാധാനം നഷ്ടപ്പെടത്തേ ഉള്ളൂ. ദൈവസന്നിൽ ചെലവഴിച്ച് പറയേണ്ട വിഷയങ്ങൾ മറ്റാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സമാധാനം നഷ്ടപ്പെടത്തേ ഉള്ളൂ. യേശു പ്രതികൂലമായ ചില സാഹചര്യത്തിലൂടെ പോയപ്പോൾ യേശു ചെയ്തത് എന്താ? മുട്ടുമടക്കി പിതാവിനോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം നമുക്ക് സമാധാനം വേണോ, സന്തോഷം വേണോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്തോത്രത്തോടെ ദൈവത്തോട് എല്ലാം അപേക്ഷയില് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണം. ഇന്ന് പകൽക്കാലം ദൈവം നടത്തും കേട്ടോ. ഇന്ന് ദൈവം നടത്തും, വിശ്വസിക്കുക. സ്തോത്രത്തോടെ വിഷയങ്ങൾ കർത്താവിനോട് പറയുക. തീർച്ചയായിട്ടും ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അനേക നന്മ ദൈവം തരും. പ്രാർത്ഥനയോടെ മുന്നേറുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക.